ചില അകലങ്ങൾ എത്ര ശ്രമിച്ചാലും നിലനിൽക്കില്ല. വിധി തന്നെ രണ്ടുപേരെ ഒരേ വഴിയിലൂടെ നടത്തുമ്പോൾ. വെൽക്കം ടു സ്റ്റോറി ചെകുത്താൻ്റെ പ്രണയം എപ്പിസോഡ് 7. ഋഷി ദേവികയെ എടുത്തുയർത്തി കട്ടിലിനടുത്തേക്ക് നടന്നു. എന്നാൽ അവൾ അവനെ എതിർക്കാൻ ശ്രമിച്ചു. ദേവിക, എനിക്ക് നടക്കാൻ പറ്റും. എന്നാൽ ഋഷി, അറിയാം. ദേവിക, പിന്നെ എന്തിനാണ് ഋഷി, നിന്നെ എങ്ങനെ എടുത്തുകൊണ്ട് പോകണമെന്ന് തോന്നി? അത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളിൽ കളിയുണ്ടായിരുന്നു. അവൾ നാണത്തോടെ മുഖം മറുവശത്തേക്ക് തിരിച്ചു. അവൻ അവളെ പതിയെ കട്ടിലിലേക്ക് കിടത്തി പുതപ്പ് വലിച്ച് അവളുടെ മേൽ മൂടുകയും ചെയ്തു. ഇനി അനങ്ങരുത്. അവൾ ചെറുതായി ചുണ്ടുകൂർപ്പിച്ചു. അവൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ തിരിഞ്ഞ നിമിഷം അവൾ പതിയെ എഴുന്നേറ്റ് വീണ്ടും നിലത്തേക്ക് ഇറങ്ങാൻ നോക്കി. അതേസമയം അവളുടെ കയ്യിൽ ഒരു ചൂടുള്ള പിടുത്തം വീണു. ദേവിക. ഇത്തവണ അവൻ്റെ ശബ്ദം ഗൗരവമായിരുന്നു. അവൾ പതിയെ തിരിഞ്ഞു. എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ മതി. അവൻ ആദ്യമായി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. നീ എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അവൻ്റെ കണ്ണുകൾ നേരെ അവളുടെ കണ്ണുകളിലേക്കായിരുന്നു. പക്ഷേ നീ ഇങ്ങനെ നിലത്ത് കിടക്കാൻ നോക്കുമ്പോൾ അവൻ ഒരു നിമിഷം നിർത്തി. എനിക്കാണ് ബുദ്ധിമുട്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ശ്വാസം പോലും നിലച്ചുപോയി. നിനക്ക് എന്നെ ഇത്ര അന്യനായി തോന്നുന്നുണ്ടോ? അവൾ വേഗം തലയാട്ടി. അല്ല ഋഷി, പിന്നെ എനിക്ക് ശീലമായി പോയതാണ്. അവളുടെ ശബ്ദം വിറച്ചിരുന്നു. എപ്പോഴും എല്ലാവർക്കും ശേഷം എല്ലാവരിൽ നിന്നും മാറി വാക്കുകൾ പൂർത്തിയാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഋഷിയുടെ മുഖത്തെ ദേഷ്യം മെല്ലെ അലിഞ്ഞുപോയി. അവൻ അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു. രണ്ട് കൈകൊണ്ടും അവളുടെ മുഖം മെല്ലെ ഉയർത്തി. ഇങ്ങോട്ട് നോക്ക്. അവൾ പതിയെ കണ്ണുകൾ ഉയർത്തി. പഴയ ശീലങ്ങൾ മാറാൻ സമയമെടുക്കും, അവൻ മൃദുവായി പറഞ്ഞു. പക്ഷേ അതിനായി നീ ഒറ്റയ്ക്ക് പോരാടണ്ട. അവൻ അവളുടെ കൈ പിടിച്ചു. ഞാൻ കൂടെയുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളെ വീണ്ടും കട്ടിലേക്ക് ഇരുത്തി. ഇനി ഒരിക്കലും ഈ വിഷയത്തിൽ വാശി പിടിക്കരുത്. അവൾ അനുസരണയോടെ തലയാട്ടി. അവൻ ചിരിച്ചു. പിന്നെ വളരെ പതിയെ അവളുടെ നെറ്റിയിലേക്ക് ചാഞ്ഞു വന്നു. അവളുടെ ഹൃദയം നെഞ്ചിനുള്ള ഭ്രാന്തമായി മിടിച്ചു. ഒരു നിമിഷം അവൻ്റെ അധരങ്ങൾ അവളുടെ നെറ്റിയിൽ മൃദുവായി പതിഞ്ഞു. ആ സ്പർശനം നിമിഷങ്ങൾ മാത്രം നീണ്ടു നിന്നെങ്കിലും അവൾക്ക് ലോകം മുഴുവൻ നിശ്ചലമായതുപോലെ തോന്നി. അവൻ പതിയെ പിന്നോട്ട് മാറി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇത് അവൻ ചെറുതായി ശ്വാസമെടുത്തു. ഇപ്പോൾ തിരിച്ചു തരണ്ട. ദേവികയുടെ മുഖം ചുവന്നു തൊടുത്തു. നിനക്ക് ശരിക്കും ഇഷ്ടമാണെന്ന് നിനക്ക് തോന്നുന്ന ഒരു ദിവസം വരും. അവൻ്റെ ശബ്ദം പതിഞ്ഞിരുന്നു. അന്ന് നിന്റെ മനസ്സുകൊണ്ട് തന്നാൽ മതി. അവളുടെ കണ്ണുകൾ അറിയാതെ അവനിൽ തന്നെ ഉടക്കി. എന്ത് പറയണമെന്നറിയാതെ അവൾ നിന്നു. അവൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അവളുടെ പുതപ്പൊന്ന് ശരിയാക്കി ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലിൻ്റെ മറുവശത്തേക്ക് കിടന്നു. ഇരുവർക്കുമിടയിലും ഇപ്പോഴും അകലമുണ്ടായിരുന്നു. പക്ഷേ ആ രാത്രിയിൽ ആദ്യമായി ആ അകലത്തേക്കാൾ വലിയൊരടുപ്പം അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ നിശബ്ദമായി ജനിച്ചിരുന്നു. ആ ഒരു നെറ്റി ചുംബനം ദേവികയുടെ ഉറക്കം മാത്രമല്ല, അവളുടെ ഹൃദയം കവർന്നിരുന്നു. നേരം പുലർന്നിരുന്നു. ജനാലയിലൂടെ അകത്തേക്ക് കിടന്നെത്തി ഇളം സൂര്യപ്രകാശം ദേവികയുടെ മുഖത്ത് പതിഞ്ഞതോടെ അവൾ പതിയെ കണ്ണുകൾ തുറന്നു. അരികിലേക്ക് നോക്കിയപ്പോൾ കട്ടിലിൻ്റെ മറുവശം ശൂന്യമായിരുന്നു. ഋഷി, അവൾ മെല്ലെ വിളിച്ചെങ്കിലും മറുപടിയൊന്നും ഉണ്ടായില്ല. ഒരു ദീർഘനിശ്വാസം എടുത്ത് അവൾ കുളിച്ച് തയ്യാറായി താഴേക്കിറങ്ങി. അവൾ ജഗ്ഗിലേക്ക് വെള്ളം പകരുകയായിരുന്നു. പക്ഷെ അവളുടെ മനസ്സിപ്പോഴും ഇന്നലെ രാവിലെ അമ്മായിയുമായി നടത്തിയ ആ സംഭാഷണത്തിൽ തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു. അതെ, അവർ ഋഷിയുടെ സ്വന്തം കൂടപ്പിറപ്പുകളല്ല, രണ്ടാനമ്മയുടെ മക്കളാണ്. ആ വാക്കുകൾ അവളെ പൂർണ്ണമായി ഞെട്ടിച്ചില്ല. കാരണം ഋഷിയെയും ധൃതിയെയും മറ്റുള്ളവരെയും അത്ര ആഴത്തിൽ അറിയാത്തതുകൊണ്ട് അതൊരു പുതിയ അറിവായിരുന്നില്ല. എങ്കിലും അവരെ എപ്പോഴും ഒരു സന്തോഷമുള്ള കുടുംബമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ അകൽച്ച? അവർ രണ്ടാനമ്മയുടെ മക്കളായതുകൊണ്ട് മാത്രമാണോ അത്? അതോ അവർക്കൊന്നും ഓർക്കാൻ ഇഷ്ടമില്ലാത്തൊരു ഭൂതകാലം ഇതിന് പിന്നിലുണ്ടോ? ഋഷിയുടെ അമ്മ അസുഖം ബാധിച്ചാണ് മരിച്ചത്. അവർ മരിച്ച ഒരാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ അവൻ്റെ അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ധൃതി ആ സ്ത്രീയുടെ ആദ്യത്തെ മകളായിരുന്നു. ഋഷിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൻ്റെ വേദന അത്രമേൽ തീക്ഷ്ണമായിരുന്നു. അവൻ അവരെ ഒരിക്കലും അംഗീകരിച്ചില്ല. അവളുടെ ഓർമ്മകൾ കാടുകയറി. ജഗ് എപ്പോഴാണ് കവിഞ്ഞൊഴുകിയതെന്ന് അവൾക്കറിയില്ലായിരുന്നു. തണുത്ത വെള്ളം തൻ്റെ കാലുകളിൽ തട്ടി തറയിൽ പടർന്നപ്പോഴാണ് അവൾ അത് ശ്രദ്ധിച്ചത്. ഞെട്ടലോടെ ദേവിക തൻ്റെ ചിന്തകളിൽ നിന്നും ഉണർന്നു. അവൾ വേഗത്തിൽ പൈപ്പടച്ചു. കുപ്പി മാറ്റിവെച്ച് നിറഞ്ഞ ജഗ്ഗും കൈകളിൽ പിടിച്ച് ഗോവണിയുടെ അടുത്തേക്ക് നടന്നു. അവൾ ആദ്യത്തെ പടിയിൽ കാൽ വെക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് കേട്ടത്. ആ വിജനമായ ഹാളിൽ ഒരു അന്യ സ്ത്രീയുടെ കടുപ്പമേറിയ ശബ്ദം മുഴങ്ങി. ഏയ്, ഇങ്ങോട്ട് വാ. അവൾ പോയ വഴിയിൽ തന്നെ സ്തംഭിച്ചു നിന്നുപോയി. പതുക്കെ ദേവിക തിരിഞ്ഞു നോക്കി. സോഫയിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ പുറം അവൾക്ക് നേരെയായിരുന്നു. കറുത്ത മുടി ഒരു അലസമായ കെട്ടായി കെട്ടിയിരുന്നു. അവരുടെ കൈകൾ ശാന്തമായി മടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അവർ? അവർ എപ്പോഴാണ് ഉള്ളിൽ വന്നത്? ഞാൻ അവരുടെ അടുത്തേക്ക് പോകണോ? വേണ്ട. അവർ ചിലപ്പോൾ എന്നോടായിരിക്കില്ല സംസാരിക്കുന്നത്. ഒരുപക്ഷെ അവർ ഫോണിൽ സംസാരിക്കുകയാകും. അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. വേറെ ആരുടെയും ശബ്ദം കേൾക്കാനില്ല. കാൽപ്പെരുമാറ്റമില്ല. അവൾ മാത്രം. ദേവിക ജഗ്ഗിൽ മുറുകെ പിടിച്ച് വേഗത്തിൽ പടികൾ കയറാൻ തുടങ്ങി. അവൾ അവരുടെ ശബ്ദം കേട്ടില്ലെന്ന് നടിച്ചു. പക്ഷേ
അപ്പോൾ അവളുടെ ശബ്ദം വീണ്ടും അവളിൽ തുളച്ചു കയറി, കൂടുതൽ ഉറക്കെ, ദൃഢതയുടെ തണുപ്പൻ മട്ടിൽ. എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? നിന്നെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. ദേവിക നിന്നു. അവൾ പതുക്കെ തിരിഞ്ഞപ്പോൾ ജഗ്ഗിലെ അവളുടെ പിടിമുറുകി. ഒരു മുന്നറിയിപ്പ് മുരൾച്ച പോലെ അവളുടെ നെഞ്ചിടിച്ചു. കറുത്ത നെറ്റിസാരിയെടുത്തൊരു സ്ത്രീ, സുന്ദരി, പ്രായത്തേക്കാൾ യൗവനം തോന്നിക്കുന്നവൾ. പക്ഷേ ആ മൂർച്ചയുള്ള ദയയില്ലാത്ത കണ്ണുകൾ, മനസ്സിലാക്കാൻ കഴിയാത്തൊരു വിഷം നിറഞ്ഞ നോട്ടത്തോടെ അവർ ദേവികയെ തുറച്ചു നോക്കി. കേട്ടില്ല നീ ഞാൻ പറഞ്ഞത്? ഇങ്ങോട്ട് വരാൻ. ദേവികയുടെ നട്ടലിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവളെ ഭയപ്പെടുത്തിയത് അവരുടെ ശബ്ദമായിരുന്നോ, അതോ അവളെ വിട്ടുപോകാൻ വിസമ്മതിച്ച തൻ്റെ സ്വന്തം ഭൂതകാലത്തിൻ്റെ ഓർമ്മകളായിരുന്നോ എന്നതുപോലെ വിറയ്ക്കുന്ന ചുവടുകളോടെ അവൾ തന്നെ മുന്നോട്ട് നയിച്ചു. ഓരോ ചുവടും മുൻപത്തേക്കാൾ ഭാരമുള്ളതായിരുന്നു. അവൾ ആഗ്രഹിച്ചു അവൻ ഇപ്പോൾ ഈ നിമിഷം വന്നിരുന്നുവെങ്കിലെന്ന്. ആരാണ് നീ? ദേവിക അവരുടെ മുന്നിൽ ചെന്ന് നിന്ന നിമിഷം അവരുടെ ശബ്ദം അന്തരീക്ഷത്തെ കീറിമുറിച്ചു. ഞാൻ 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 ദേവികയാണ്. എൻ്റെ വീട്ടിൽ നീ എന്താണ് ചെയ്യുന്നത്? ദേവികയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്ന ജഗ് പിടിച്ചു വാങ്ങിക്കൊണ്ട് അവർ വീണ്ടും ചോദിച്ചു. അവളുടെ ശ്വാസം നിലച്ചുപോയി. അവരുടെ വീടോ? ഞാൻ ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ്. അവളുടെ ശബ്ദം ഒരു മന്ത്രണം പോലെ വളരെ നേർത്തതായിരുന്നു. അവർ പെട്ടെന്ന് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അത് സന്തോഷം കൊണ്ടുള്ള ചിരിയായിരുന്നില്ല, മറിച്ച് ലോകത്തെ ഏറ്റവും വലിയ കോമാളിത്തരം ദേവിക പറഞ്ഞതുപോലെയുള്ള ക്രൂരവും പരിഹാസവും നിറഞ്ഞതുമായ ചിരിയായിരുന്നു. ദേവികയുടെ ഉള്ളിൽ പരിഭ്രാന്തി നിറഞ്ഞു. അവളുടെ തൊണ്ട വരണ്ടുണങ്ങി. സ്വയം ഉണങ്ങിയെന്ന് അവൾ കരുതിയ മുറിവുകൾ വീണ്ടും വേദനിക്കാൻ തുടങ്ങി. ആ ചിരിക്കിടയിലും അവരുടെ ശബ്ദം ഉയർന്നു വന്നു. എന്ത്? നിന്റെ ഭർത്താവിൻ്റെ വീടോ? അവൾ ഭയത്തോടെ പതുക്കെ തലയാട്ടി. അപ്പോൾ ആരാണ് നിന്റെ ഭർത്താവ്? അവരുടെ ശബ്ദം വീണ്ടും അവളിൽ വന്നു തറച്ചു. ഇത്തവണ ചിരിയില്ലാതെ. പക്ഷെ അവളുടെ മനസ്സ് കറങ്ങുകയായിരുന്നു. എന്തുകൊണ്ടാണ് ആരും വരാത്തത്? അവൻ പോലും എന്തുകൊണ്ട് വരുന്നില്ല? ഞാൻ അവൻ്റെ പേര് പറയണോ? അവർ വീണ്ടും ചിരിച്ചാലോ? ഒരുപക്ഷെ ഞാൻ ഇതിലൊക്കെ ഇടപെടണോ എന്ന ചിന്തയ്ക്കപ്പുറം രണ്ടും കൽപ്പിച്ച് അവൾ പറഞ്ഞു, ഋഷി പ്രതാപ് സിംഗ്. അവൾ വിക്കി പറഞ്ഞു. ആഹാ, ഋഷിയാണോ നിന്റെ ഭർത്താവ്? അവർ വീണ്ടും പരിഹസിച്ച് ചിരിച്ചു. പക്ഷേ അപ്പോൾ എന്തോ ഒരു മാറ്റം സംഭവിച്ചു. അവരുടെ മുഖം മാറി, ചിരി നിന്നു. ആ പുഞ്ചിരി മാഞ്ഞുപോയി. അവർ ഒരു കവചം പോലെ കൊണ്ടു നടന്ന അഹങ്കാരം അത് തകർന്നുപോയി. ദേവികയുടെ കണ്ണുകൾ വിടർന്നു. നീ ഇപ്പോൾ എന്താണ് പറഞ്ഞത്? ഋഷി നിന്റെ ഭർത്താവാണെന്നോ? ദേവികയ്ക്ക് മറുപടി നൽകാൻ കഴിയുന്നതിന് മുൻപ്, അവളുടെ വിശ്വാസം ഉറയ്ക്കുന്നതിന് മുൻപ്, ഒരു തണുത്ത ശാന്തമായ ശബ്ദം ഒരു വാള് പോലെ ആ മുറിയെ കീറിമുറിച്ചു. വെറുതെ ഞെട്ടരുത് മിസ്സസ് പ്രതാപ്. നിങ്ങൾ കേട്ടത് തികച്ചും ശരിയാണ്. അവളുടെ ശ്വാസം നിലച്ചു. ശബ്ദം. ദേവിക പെട്ടെന്ന് തല ഇടതുവശത്തേക്ക് തിരിച്ചു. അവിടെ അവൻ ഉണ്ടായിരുന്നു. തൻ്റെ ഭർത്താവ് തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. അല്ല, അവൾക്ക് നേരെ. അവൻ്റെ കണ്ണുകൾ അവളിൽ തറഞ്ഞു നിന്നു. ഇരുണ്ടത്, നിശബ്ദമായതും ഉറപ്പുള്ളതും. അവൻ വെറുതെ വരികയായിരുന്നില്ല. അവൻ അവളുടെ മുന്നിൽ വന്നു നിന്നു. ഇടിമുഴക്കത്തേക്കാൾ ഉച്ചത്തിലുള്ള ഒരു നിശബ്ദതയോടെ അവൻ കൈ ഉയർത്തി. അവളുടെ കണ്ണിൽ നിന്നും പുറത്തു ചാടിയ ഒരൊറ്റ കണ്ണീർത്തുള്ളി അവൻ പതുക്കെ തുടച്ചു മാറ്റി. അവൾ പോലും അറിഞ്ഞിരുന്നില്ല അത് വീണ കാര്യം. എന്നിട്ടവൻ സംസാരിച്ചു. അവൻ്റെ ശബ്ദം താഴ്ന്നതായിരുന്നു. സ്ഥിരതയോടെ അവൻ പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയാണ്. അവൻ്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. ആ നിമിഷം അവൻ എന്തോ പ്രഖ്യാപിക്കുകയായിരുന്നു. അവൻ അവളെ സ്വന്തമാക്കുകയായിരുന്നു. അവളെ ഉൾക്കൊള്ളുകയായിരുന്നു. നിയന്ത്രണത്തോടെയല്ല, മറിച്ച് കടുത്ത സംരക്ഷണത്തോടെ. ഓ, അപ്പോൾ നീ കല്യാണം കഴിച്ചു? അവരൊരു പരിഹാസച്ചിരിയോടെ പറഞ്ഞു. കൈകൾ നെഞ്ചിന് കുറുകെ കെട്ടി. എന്തോ വലിയ കാര്യം പറയാനുണ്ടായിട്ടും പറയാതെ മാറ്റിവെച്ചതുപോലെ അവരുടെ കണ്ണുകൾ തിളങ്ങി. ഋഷി അവർക്ക് നേരെ തിരിഞ്ഞു. ആ നിമിഷം അവൻ്റെ മുഖം വായിച്ചെടുക്കാൻ കഴിയാത്തതായിരുന്നു. പിന്നെ നിങ്ങളെന്താണ് വിചാരിച്ചത്? ഞാൻ കല്യാണം കഴിക്കാതെ ചത്തുപോകുമെന്നോ? അവൻ്റെ ശബ്ദത്തിൽ അലസമായ പരിഹാസവും തണുപ്പും മൂർച്ചയും ഉണ്ടായിരുന്നു. അവരുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിടർന്നു. ശബ്ദത്തിൽ വിഷം കലർന്നു. നല്ലത്. ഭാര്യയെ സൂക്ഷിച്ചു നോക്കിക്കോ. എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അവരുടെ ശബ്ദത്തിലെ വെല്ലുവിളി വ്യക്തമായിരുന്നു. പക്ഷേ അവൻ പതറിയില്ല. കണ്ണ് ചിമ്മുക പോലും ചെയ്തില്ല. പകരം ഒരു ഇരുണ്ട പുഞ്ചിരി അവൻ്റെ ചുണ്ടുകളിൽ പടർന്നു. അവൻ്റെ കണ്ണുകളിലേക്ക് എത്താത്ത ഒന്ന്. അതിന് വലിയ ഭാരമുണ്ടായിരുന്നു. ഒരു മുന്നറിയിപ്പ് പോലെ. ദേവികയ്ക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ സാധാരണ രീതിയിലാണോ സംസാരിക്കുന്നത്, അതോ ആ നിരുപദ്രവകരമായ വാക്കുകൾക്ക് പിന്നിൽ കൂടുതൽ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അവൾക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അവൻ അവളുടെ കൈത്തണ്ടൽ പിടിച്ചു. പോകാം. അവൻ്റെ ശബ്ദം ലളിതമായിരുന്നു. അവൾ അവനോടൊപ്പം നടന്നു. പക്ഷേ പിന്നിലേക്ക് നോക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഋഷിയും ദേവികയും മുറിയിലെത്തി. അവൻ ഒടുവിൽ അവളുടെ കൈത്തണ്ടയിലെ പിടിവിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. അവൻ്റെ മുഖഭാവം എന്തായിരുന്നു? അത് ശൂന്യമായിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ചെറിയൊരു സമ്മർദ്ദം പ്രകടമായിരുന്നു. ഇത്രയും പുലർച്ചെ താഴേക്ക് പോകേണ്ട എന്ത് കാര്യം ഉണ്ടായിരുന്നു? അവൻ്റെ ശബ്ദം സാധാരണമായിരുന്നു. പക്ഷേ അതിലെ ഗൗരവം കുറഞ്ഞിരുന്നില്ല. ജഗ്ഗിൽ വെള്ളം തീർന്നിരുന്നു. അതുകൊണ്ട് ഞാനത് നിറയ്ക്കാൻ പോയതാണ്. അവൾ അല്പം പേടിയോടെ മറുപടി നൽകി. പക്ഷെ അപ്പോഴാണ് അവളത് ഓർത്തത്. അവൾ ജഗ്ഗ് താഴെ മറന്നു വെച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നു. ഓഹ്, നിങ്ങൾ കാരണമാണ് ഞാൻ ജഗ്ഗ് മറന്നുപോയത്, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പോൾ തന്നെ പോയി അതെടുത്തുകൊണ്ട് വാ. അവൾ കൈകൾ കെട്ടിനിന്നു. പകുതി നാടകീയമായും പകുതി ഗൗരവത്തോടെയും അവളത് പറഞ്ഞു.
അവനൊരു പുഞ്ചിരിയോടെ അവൻ്റെ പുരുകം ചെറുതായി ഉയർത്തി. ശരി, ഞാൻ എടുത്തുകൊണ്ട് വരാം, നീ ഇപ്പോൾ ഇവിടെ ഇരുന്നോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് പോയി. ഋഷി താഴെ നിന്ന് ജഗ്ഗുമായി തിരികെ മുറിയിലെത്തുമ്പോൾ ദേവിക ജനലരികിൽ നിൽക്കുകയായിരുന്നു. അവൻ ജഗ്ഗു മേശപ്പുറത്ത് വെച്ച് ഒന്നും പറയാതെ മാറി നിന്നു. അവൾ അവനെ ഒളിഞ്ഞു നോക്കി. ഇതെന്താ, ഞാൻ വെറുതെ പറഞ്ഞതാണെങ്കിലും ശരിക്കും പോയി എടുത്തുകൊണ്ട് വന്നോ? ഞാൻ പറയുന്നത് ഇയാൾ ഇങ്ങനെ കേൾക്കുമോ? അതോ എനിക്ക് വെറുതെ തോന്നുന്നതാണോ? അവളുടെ മനസ്സിൽ ആ ചിന്തകൾ തുടരെ തിരമാല പോലെ വന്നുപോയി. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവളെ അലട്ടിയത് മറ്റൊന്നായിരുന്നു. അല്പസമയം മുൻപ് താഴെ കണ്ട സ്ത്രീ. അവരുടെ നോട്ടവും സംസാര ശൈലിയും അതൊന്നും സാധാരണമായിരുന്നില്ല. ഒടുവിൽ ധൈര്യം സംഭരിച്ച് ദേവിക മൃദുവായി ചോദിച്ചു, ആ സ്ത്രീ ആരായിരുന്നു? ചോദ്യം കേട്ട നിമിഷം ഋഷിയുടെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞു. അവൻ കണ്ണുകൾ ഒരു നിമിഷം അടച്ച് ദീർഘമായ ശ്വാസം വലിച്ചു. ശേഷം വളരെ ശാന്തമായി പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എൻ്റെ രണ്ടാനമ്മ. ആ വാക്കുകൾ കേട്ടതും ദേവികയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു. രണ്ടാനമ്മയോ? ഋഷി തല ചെറുതായി കുലുക്കി. അതെ. ചില നിമിഷങ്ങൾ മൗനം മുറിയിൽ നിറഞ്ഞു നിന്നു. പിന്നെ അവൻ വീണ്ടും തുടർന്നു, അവർ ഇവിടെ താമസിക്കുന്നില്ല, പക്ഷേ ധൃതിയെ കാണാനാണെന്ന് പറഞ്ഞ് ഇടയ്ക്കൊക്കെ വരും. അവൻ്റെ ചുണ്ടിൽ പരിഹാസം കലർന്നൊരു ചിരി വിരിഞ്ഞു. സത്യം പറഞ്ഞാൽ ധൃതിയെ കാണാനല്ല, ഈ വീട്ടിലുള്ളവരുടെ സമാധാനം തകർക്കാനാണ് വരുന്നത്. ദേവിക നിശബ്ദമായി കേട്ടു നിന്നു. അതുകൊണ്ട് അവൻ അവളെ നേരെ നോക്കി പറഞ്ഞു, അവരുടെ മുന്നിൽ ഒന്ന് സൂക്ഷിച്ചിരിക്കണം. അവൾ മൃദുവായി തലകുലുക്കി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഋഷിയുടെ മുഖഭാവം വീണ്ടും പഴയതുപോലെ മാറി. ഗൗരവം മാറി ചെറിയൊരു കുസൃതി കണ്ണുകളിൽ തെളിഞ്ഞു. എന്നാലും എനിക്കറിയാം. അവൻ കൈകൾ നെഞ്ചിൽ കെട്ടി അവളെ നോക്കി. നീ അത്ര പാവമൊന്നുമല്ല. ദേവിക നെറ്റി ചുളിച്ചു. എന്താ അങ്ങനെ പറഞ്ഞത്? എൻ്റെ അടുത്ത് വഴക്കൂടുമ്പോൾ കാണിക്കുന്ന നാക്കിൻ്റെ മൂർച്ചയുടെ പകുതിയെങ്കിലും അവരുടെ മുന്നിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ അവർ നിന്നെ പേടിച്ചോടും. അവൻ്റെ കളിയാക്കൽ കേട്ടതും ദേവികയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. ഓ തമാശ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ തോളിൽ ഒന്ന് തള്ളിയിട്ട് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി നേരെ ടെറസിലേക്ക് പോയി. കുറച്ചു നേരം ഇരുവരുടെയും ഇടയിൽ കാറ്റിൻ്റെ ശബ്ദം മാത്രമായിരുന്നു. ശേഷം വളരെ പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചു, കുറച്ചു നേരം ഇങ്ങനെ തന്നെ നിൽക്കാവോ? ആ ശബ്ദത്തിൽ പതിവ് കളിയും പരിഹാസവും ഉണ്ടായിരുന്നില്ല. പകരം വർഷങ്ങളായി ഉള്ളിലടച്ചു വെച്ച ക്ഷീണവും വേദനയും മാത്രം. ദേവികയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ആ ആലിംഗനം പ്രണയത്തെക്കാൾ കൂടുതൽ ആശ്വാസം തേടുന്ന ഒരാളുടേതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവൻ്റെ കൈകൾ വിടുവിച്ചില്ല. മറിച്ച് ശാന്തമായ കണ്ണുകളടച്ച് അതേപടി നിന്നു. ആ നിമിഷം വാക്കുകളേക്കാൾ ശക്തമായി അവരുടെ മൗനം പരസ്പരം സംസാരിക്കുകയായിരുന്നു. പ്രഭാതക്കാറ്റ് മുഖത്ത് തഴുകിയെങ്കിലും അവളുടെ മനസ്സ് ഇപ്പോഴും അസ്വസ്ഥമായിരുന്നു. ഋഷിയുടെ വാക്കുകളിലെ വേദന, അവൻ്റെ കണ്ണുകളിൽ ഒളിഞ്ഞിരുന്ന മുറിവുകൾ, അതൊക്കെയായിരുന്നു അവളുടെ ചിന്ത. അപ്പോഴാണ് പെട്ടെന്ന് ആരുടെയോ ചൂടുള്ള ശ്വാസം അവളുടെ പിൻകഴുത്തിൽ മൃദുവായി തട്ടിയത്. ദേവിക ഞെട്ടിത്തിരിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുൻപേ ശക്തവും അതേസമയം സുരക്ഷിതവുമായ രണ്ട് കൈകൾ അവളെ പിന്നിൽ നിന്നും പൊതിഞ്ഞിരുന്നു. ഒരു നിമിഷം അവളുടെ ഹൃദയം ശക്തമായി മിടിച്ചു. ഋഷി, അവൾ പതുക്കെ വിളിച്ചു. അവനൊന്നും പറഞ്ഞില്ല. അവൻ്റെ നെറ്റി പതിയെ അവളുടെ തോളിൽ ചാഞ്ഞു. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്.